ആരോട് പട്ടിന്ന് വിളിച്ചേ? ചേട്ടായി അല്ല, നായ നക്കിയതാ. ആ, ഒരു സോഡയും 2 പഴവും വേണം. കൊല്ലാതൊരു വിലയും പറയും. 2.50. ആ, ഇതാ 2.50. ഇതൊന്നല്ലേ ഉള്ളൂ? ആര് പറഞ്ഞു? ഇതൊരു 50, ഇതൊരു 50, 2.50. വരട്ടെ. ബാക്കി ആശ എന്നിട്ട് പോടോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? അനന്ത സാർ കയറി. താങ്ക് യു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടൽ കയറിയാൽ തന്നെ ഐശ്വര്യ. നല്ലവനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു. ഇവിടെ 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 വലിയ ഉപകാരം. ഹലോ, കാശ് തന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാപം. മര്യാദയ്ക്ക് കാശ് തന്നിട്ട് ഓടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറേ എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് കേടോ. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം. എനിക്കെന്തിനാ കാശെടുക്കാൻ? കാശില്ലെന്ന് പറഞ്ഞില്ലേ? തന്നെ വെറുതെ വിടില്ല. ചാർജ് എടുക്കേണ്ട ദിവസമാണല്ലോ. എന്താണോ ഈ കാണിച്ചത്? ഈ വരുന്നത് വട്ടനാണേ, സൂക്ഷിച്ചോ. എന്ത് വേണം? എനിക്ക് MD ഒന്ന് കാണണം. MD അകത്തില്ലെന്നേ. നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ, ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന. ജനറൽ മാനേജർ? അതെ, ഞാൻ ചാർജ് എടുത്ത് തന്റെ ഫ്യൂസ് ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ? ഞാൻ അങ്ങോട്ട് പോവാണ്. ആളറിയാതെ ആരാണെന്ന് മനസ്സിലാക്കാതെ പ്ലീസ്. ഹലോ സാർ, ഒരു ഭ്രാന്തൻ MD കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം സ്വാമി. സ്വാമിയല്ല, മേനോൻ. നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ? കുറച്ച് വെള്ളം തരുമോ? ഇല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട, കൊണ്ടുവിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഇത് നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരന്. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് കൊടുക്കോ? പിന്നെ നല്ല പൊരിഞ്ഞ പിടിമലിയും അല്ലായിരുന്നു. ഞാൻ പിടിച്ചൊരു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ, വാച്ചുമാൻ കേട്ടതാ കോപിച്ചു, മേനോനെ പൊറുക്കണേ. അല്ല, താനാരാ? ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജറാകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, MBA ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് എക്സെട്രാ എക്സെട്രാ. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതിവിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളിവിടെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യാർ. കക്ഷി ഞാനാണ്. എന്താ? എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം. പ്ലീസ് ഹെൽപ്പ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ണി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തൻ എന്റെ അച്ഛനാണോ? നീ എന്റെ അച്ഛന് പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലല്ലേ? മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിളിക്കരുത്. ഫോണോടെ വെക്കാൻ. ഫോൺ സാർ വിളിച്ചോളൂ, ഞാൻ നോക്കിക്കോളാം. സൂര്യ ഗ്രൂപ്പിനാണ്. വയലന്റ് കേസ് വന്നു. എന്റെ അപ്പൂപ്പനാണോ? അതോ വഴിപോക്കനാ? വഴിപോക്കൻ എന്റെ അമ്മായി. ഒരു ഭ്രാന്തനാ. ഉടനെ അമ്മാവൻ കൊല്ലിഞ്ഞ. ഞാൻ എന്നെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ? എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലോട്ട് അയക്കും. ഗേറ്റിലാണ് സെക്യൂരിറ്റി. 4 ചുറ്റും വാച്ചർമാർ. രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര.
അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടുവയ്ക്കുള്ളൂ. പിന്നെ ആംബുലൻസ് റെഡി അല്ലേ? ഇപ്പൊ വിളിച്ചു. ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്കുക. നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അക്യൂട്ട് ഷിസോഫ്രീനിയാ തനിക്ക്. വാട്ട് യു മീൻ? യെസ്,